ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റൂബീസ് യൂണിക് ടേസ്റ്റ്. ഞങ്ങളാണ് കേട്ടോ റൂബീൻ ചേട്ടനും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഇവിടെ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് ഒരു തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള ഒരു ഫിഷ് കറിയാണ്. അതിനുവേണ്ടി ഫിഷ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ അയല മീനാണ് എടുത്ത് വെച്ചേക്കുന്നത്. അയല 1 കിലോ, പിന്നെ ഒരു അരമുറി തേങ്ങ, ഒരു 3-4 ചുള കുടംപുളി വെള്ളത്തിലിട്ട് ഉപ്പിട്ട് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു മീഡിയം സൈസ് തക്കാളിക്കാപ്പഴം, പിന്നെ നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്സ് ചെയ്ത് വെച്ചേക്കുന്നു. അപ്പോൾ നമുക്ക് മീൻകറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയേക്കാം. മീൻകറി എല്ലാവരും തന്നെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ പ്രത്യേകിച്ച് ആരും പറയേണ്ടത്, നമ്മൾ കേരളക്കാർക്കെല്ലാം മീൻകറി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ചൂടാക്കിയിരിക്കുന്ന ഒരു ചട്ടിയിലോട്ട്, മൺചട്ടിയാണ് എപ്പോഴും പ്രിഫറൻസ്. എൻ്റെ കയ്യിൽ മൺചട്ടി ഇല്ല, അതുകൊണ്ടാണ് ഞാനിതിലുണ്ടാക്കുന്നത്. ചൂടായിരിക്കുന്ന നമ്മുടെ ചട്ടിയിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് അത് ചൂടായി വരുമ്പോൾ, എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകും ഉലുവയും കൂടെ ഇട്ട് പൊട്ടിക്കുക. കടുകും ഉലുവയും കൂടെ പൊട്ടി വരുമ്പോൾ നമ്മളിവിടെ ചോപ്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മസാലയ്ക്ക് ആവശ്യമുള്ള മീൻകറിക്ക് ആവശ്യമുള്ള മസാല തയ്യാറാക്കാം. മീൻകറിക്ക് ആവശ്യമുള്ള മസാലയ്ക്ക് വേണ്ടി ഞാൻ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു നോർമൽ മുളക് പൊടി, ഒരു 1.5 ടീസ്പൂൺ, ഒരു 1.5 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കുറച്ച് നമ്മുടെ ഉലുവാപ്പൊടിയുമാണ് എടുത്താക്കുന്നത്. ഇത്രയും മതി നമുക്ക് നമ്മുടെ മസാലയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം അത് ഒരിച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതായിട്ടൊന്ന് കുതിർക്കാൻ വയ്ക്കുക. ആ സമയത്ത് നമ്മുടെ സവോളയൊക്കെ ഇവിടെ നല്ലതായിട്ട് വഴണ്ടി. ആ വഴണ്ടിയിരിക്കുന്ന സവോളയിലോട്ട് കുറച്ച് നമ്മുടെ കരിവേപ്പില ഇട്ട് കൊടുത്ത് തക്കാളിക്കായും കൂടെ ഇട്ട് നല്ലതായിട്ട് വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തേങ്ങായും ഒരു 2 പച്ചമുളകും ഇച്ചിരി സവോളയും കൂടെ ഇട്ട് നല്ലതായിട്ട് പേസ്റ്റ്, നല്ല സ്മൂത്തായിട്ടുള്ള പേസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് വരണം. കറിക്ക് ഒഴിക്കാനുള്ളതാണ്. അത് ഞാനിവിടെ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ സവോളയും തക്കാളിക്കായും കൂടെ നല്ലതായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. തക്കാളിക്ക് ഒന്നും കൂടെ സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കി നല്ലതായിട്ട് കൊടുക്കുക. അത് സോഫ്റ്റായി നല്ലതായിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മളിവിടെ കുതിർത്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല നമ്മുടെ സവോള ഇതിലോട്ട് ഇട്ട് ചേർത്ത് കൊടുക്കണം. കണ്ടല്ലോ. അപ്പം അത് നല്ലതായിട്ടായി അതിൽ നിന്ന് നമ്മുടെ എണ്ണയൊക്കെ തെളിയുന്നവരെ നല്ലതായിട്ടൊന്ന് കുറുക്കണം. അതിലോട്ടൊരു സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് നല്ലതായിട്ടതൊന്ന് വന്ന് അതിലെ എണ്ണ തെളിയുന്നവരെ അതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. എല്ലാവരും ടേസ്റ്റ് ചെയ്യണം. എല്ലാവരും ട്രൈ ചെയ്ത് ടേസ്റ്റ് ചെയ്ത് അതിൻ്റെ കമൻസൊക്കെ അറിയിക്കുക എന്നെ. അപ്പം നമ്മുടെ ഇവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്കതിലോട്ട് നമ്മുടെ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ നമ്മൾ പുളി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ പുളിയിലോട്ട് ഞാൻ കുറച്ച് നമ്മുടെ ഉപ്പും കൂടെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്താണ് ഞാൻ പുളി കുതിർക്കാൻ വെച്ചിരുന്നത്. പുളിയിലോട്ട് ആ പുളിവെള്ളം നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് വേണ്ടിയത്. ഈ കൂട്ടത്തിൽ അത് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ 2 പച്ചമുളക്, ആദ്യമേ പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പച്ചമുളക് മൊത്തം വെന്തലിഞ്ഞതായി പോവും. അതുകൊണ്ട് പുളിവെള്ളമൊക്കെ ഒഴിക്കാറാവുന്ന സമയത്തേക്ക് 2 പച്ചമുളക് കീറിയിട്ടതും കുറച്ച് കരിവേപ്പിലയും കൂടെ പിന്നെ ഇട്ട് കൊടുക്കുക. അത് നല്ലതായിട്ട് നമ്മുടെ മസാലയൊക്കെ അതിലൊന്ന് പിടിച്ച് നല്ലതായിട്ട് അതിൻ്റെ അകത്തുനിന്നുള്ള എണ്ണമയമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. എണ്ണയെല്ലാം നല്ലതായിട്ട് തെളിഞ്ഞ് കാണാൻ പറ്റുന്നുണ്ട്. ആ സമയത്തേക്ക് നമ്മളിവിടെ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. പുളിവെള്ളവും അതിൻ്റെ അകത്തുള്ള നമ്മുടെ ഉപ്പും കൂടെ ചേർത്ത് നല്ലതായിട്ട് ഇളക്കുക. കണ്ടല്ലോ, കറിയുടെ ടെക്സ്ചറും നല്ല ടെക്സ്ചറുമാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി ഇവിടെ കൊടുത്തപ്പോൾ എല്ലാവരും നല്ല ടേസ്റ്റിയാണെന്നാണ് പറഞ്ഞത്. നിങ്ങളും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നെന്ന് പിന്നെ കമൻറ്റിൽ അറിയിക്കുക, ടെക്സ്റ്റ് ചെയ്യുക. അപ്പോൾ വരുന്നവരെ നമുക്കവിടെ കാത്തു നിൽക്കാം. വന്നു കഴിഞ്ഞ് നല്ലതായിട്ട് വന്നു കഴിയുമ്പോൾ വെട്ടിത്തിളച്ച് ഒരു 2-3 മിനിറ്റ് നല്ലതായിട്ട് തുറന്ന് വെച്ച് അത് വെട്ടിത്തിളച്ച് അതിനൊരു 2-3 മിനിറ്റ് നേരം പിന്നെയും തിളയ്ക്കാൻ അനുവദിക്കുക. നല്ലതായിട്ട് തിളയെല്ലാം മേളിലോട്ട് ഇങ്ങനെ അതിൻ്റെ കുറുകി വരുന്ന ഭാഗത്തിലോട്ട് നമുക്ക് നമ്മുടെ മീൻ നമ്മുടെ കറിയിലോട്ട് ഇട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ മീൻ വലിയ കഷ്ണങ്ങളായിട്ട് അതിനെ നടുവിൽ കൂടെ നമ്മൾ വറക്കാനെടുക്കുന്ന പോലെ നടുവ് കീറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നും വരഞ്ഞു കീറി ആണ് വെച്ചേക്കുന്നത്. അങ്ങനെ തന്നെ അത്
കറിയിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ മീൻ കറിക്ക് നല്ലതായിട്ട് മീനിൻ്റെ അകത്ത് നമ്മുടെ മസാലയൊക്കെ പിടിച്ച് മീൻ നല്ലതായിട്ടിരിക്കും, നല്ല സോഫ്റ്റായിട്ടിരിക്കും. ഓരോരോ മീനായിട്ട് അപ്പോൾ എടുത്തെടുത്ത് അതിൻ്റെ അകത്തോട്ട് നമ്മുടെ മസാലയിലോട്ട് തന്നെ എല്ലാം എടുത്തെടുത്ത് വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് അത് നല്ലതായിട്ട് ഒരു സ്പൂണും കൊണ്ട് ആദ്യം നമുക്കതൊരു സ്പൂണും കൊണ്ട് നല്ലതായിട്ടൊന്ന് മൊത്തം മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ അരപ്പിലോട്ട് മീൻ അരപ്പിൽ നല്ലതായിട്ട് പിടിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരു സ്പൂണും കൊണ്ട് ആദ്യം നമുക്ക് സ്പൂൺ എടുക്കാം, അത് കുഴപ്പമില്ല. വെന്ത് കഴിഞ്ഞിട്ട് സ്പൂൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ മീനിന് നല്ല തിള വന്നിട്ടുണ്ട്. ആ തിളച്ച് നല്ലതായിട്ടിരിക്കുന്ന സമയത്തോട്ട് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ കോക്കനട്ടിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ, നമ്മുടെ തേങ്ങ അരപ്പ്, അതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഇത് നല്ലതായിട്ട് ഇവിടെ ചേർത്ത് കൊടുത്ത് നമ്മളൊരു ചട്ടി ഒന്ന് ചുറ്റിച്ചാണ് കൊടുക്കുന്നത്. ഇതിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക. അധികം ഇളക്കാൻ നിൽക്കല്ല, ചിലപ്പം മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കണ്ടല്ലോ, ഇത് ഇനിയും ഒന്നും കൂടെ നല്ലതായിട്ട് അടച്ചു വെച്ച് നല്ലതായിട്ട് തിള വന്ന് ഒരു 5 മിനിറ്റ് നല്ലതായിട്ട് അതിന് ഇത് കൊടുക്കണം, തിളയ്ക്കാൻ വിടണം നല്ലതായിട്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. ഇതൊരു 5 മിനിറ്റ് 5-10 മിനിറ്റ് ഇരിക്കും. നല്ലതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. സ്പൂണും കൊണ്ടല്ല, നമ്മൾ കൈ കൊണ്ട് ചുറ്റിച്ച് കൊടുക്കുകയാണ് ചട്ടി എടുത്ത് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പുണ്ടോയെന്നൊക്കെ, ഉപ്പ് പാകത്തിനുണ്ടോ പുളി പാകത്തിനുണ്ടോ എന്നൊക്കെ ഇടയ്ക്കൊന്ന് ടെസ്റ്റ് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ടേബിളിൽ വെക്കുമ്പോൾ ഉപ്പിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നേരത്തെ എല്ലാം ഒന്ന് നോക്കിയിട്ട് ഉപ്പും പുളിയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വേണം വയ്ക്കാൻ. നമ്മുടെ കറി ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറി. അപ്പം നിങ്ങളും ട്രൈ ചെയ്യുമല്ലോ. നമ്മുടെ ലാസ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് കറി ഇതാണ്. നല്ല കുറുകി നല്ല ചാറൊക്കെ ആയിട്ട് നല്ല അധികം ചാറില്ലാത്ത കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, കമൻസൊക്കെ തരണം, ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ. അപ്പോൾ ശരി, വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.